വിശപ്പും ദാരിദ്ര്യവുമായിരുന്നു ബാല്യകാലത്തെ ഏറ്റവും വലിയ സങ്കടങ്ങൾ. വയർ നിറച്ചുണ്ണാനില്ലാത്ത അവസ്ഥ. ഉണ്ടായിട്ട് പട്ടിണി കിടക്കാൻ വിരോധമില്ല. ഇപ്പോൾ നമുക്കൊരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രയാസം വരില്ല. ഇല്ലാതെ പട്ടിണി കിടക്കുമ്പോഴത്തെ പ്രയാസം വലുതായിരുന്നു. ചൈന വാർ കഴിഞ്ഞുള്ള കാലമാണ് എൻ്റെ ബാല്യകാലം. അരി കിട്ടാനില്ല. അച്ഛനാണെങ്കിൽ സ്ഥിരമായിട്ട് ജോലിയില്ല. അച്ഛൻ പ്രസ് തൊഴിലാളിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഒരു പ്രസ്സിൽ ജോലി ചെയ്ത് ഒരു മാസമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് മുതലാളി അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും അച്ഛൻ്റെ ജോലിയെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അഭിമാനിയായ അച്ഛൻ അന്ന് സ്ഥലം വിടും. അതുവരെ ജോലി ചെയ്തതിൻ്റെ കൂലി പോലും വാങ്ങില്ല. അത് അറിയാവുന്നവർ അച്ഛനെ ധാരാളം പറ്റിച്ചിരുന്നു. ഒരു മാസം പണി കഴിഞ്ഞ് ശമ്പളം കൊടുക്കാറാവുമ്പോൾ അച്ഛൻ ചെയ്ത പണി ശരിയായില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ തെറ്റിപ്പോവും. അങ്ങനെ നാട് തണ്ടി പലയിടത്തും ജോലി ചെയ്താണ് അച്ഛൻ ജീവിച്ചത്. കിട്ടുന്ന പൈസ അയച്ചു തരും. പറമ്പിൽ കുറച്ച് അടയ്ക്കയും നാളികേരവുമാണുള്ളത്. അതിന് പരിമിതിയുണ്ട്. ആ കാലത്ത് അരി കിട്ടാനില്ലാത്ത അക്കാലത്ത് ഒരു നേരമാണ് വെപ്പ്. 3 നാഴി അരി കൊണ്ട് ഞങ്ങൾ 4 മക്കളും അമ്മയും 3 നേരം ഭക്ഷണം കഴിച്ച കാലമുണ്ട്. അനിയത്തിമാർക്കും അനിയനും കൊടുത്ത് ഉറക്കിക്കഴിഞ്ഞാൽ രാത്രി അമ്മ എനിക്ക് പ്രത്യേകമായിട്ട് ഭക്ഷണം തരും. ഒരു ആൺകുട്ടിയല്ലേ, വളർന്നു വലുതാവേണ്ടതല്ലേ. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. അമ്മ ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്ന് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. ആ അമ്മയാണ് എന്നെ രൂപീകരിച്ചത്, എൻ്റെ സ്വഭാവം രൂപപ്പെടുത്തിയെടുത്തത്, എന്നെ ജീവിതത്തിലുടനീളം സത്യസന്ധനായിരിക്കാനും നല്ലവനായിരിക്കാനും പഠിപ്പിച്ചത്. എൻ്റെ സ്വഭാവത്തിൻ്റെ രൂപീകരണം മുഴുവൻ അമ്മയുടെ സംഭാവനയാണ്. അച്ഛൻ്റെ വീട്ടിൽ അതിലേറെ കഷ്ടമായിരുന്നു. തിരൂരിലിടയ്ക്ക് പോയി താമസിക്കും. അന്ന് ഞങ്ങൾ 4 മക്കൾക്ക് പുറമെ അച്ഛൻ്റെ ഒരു സഹോദരിക്ക് 14 മക്കളുണ്ടായിരുന്നു. കുട്ടികളുടെ ബഹളമായിരിക്കും ചില കാലങ്ങളിലവിടെ. ആർക്കും തികച്ചാൽ തികയില്ല. അച്ഛൻ്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു, എച്ചുമെടുത്തി എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. എച്ചുമെടുത്തി ഞാനൊരു വിണ്ണക്കനാണെന്നാണ് പറയുക. കിട്ടിയത് മതിയാവില്ല. അപ്പോൾ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ഉണ്ണിയെ ദാ എച്ചുമോപ്പോളുടെ ഓഹരി നിനക്ക് തരാണ് കേട്ടോ, കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഹരി എനിക്ക് തരും. അപ്പോൾ എച്ചുമോപ്പോൾക്ക് കഴിക്കാൻ കിട്ടിയതാണ് എനിക്ക് തരുന്നത് എന്നാണ് എൻ്റെ വിചാരം. എനിക്ക് മാത്രമേ തന്നിട്ടുള്ളൂ എന്നാണ്. എന്നാൽ എൻ്റെ അനിയത്തി പറയും എച്ചുമോപ്പോൾ എനിക്ക് ഓഹരി തന്നു. വളരെ കുറച്ച് പങ്കുവെച്ചതിൽ നിന്ന് കിട്ടിയ ചെറിയ ഓഹരി മക്കൾക്ക് മുഴുവൻ പങ്കുവെച്ച് കൊടുത്ത് ആ എച്ചുമോപ്പോളും പട്ടിണി കിടക്കുകയായിരുന്നു എന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. വിശന്നും പട്ടിണി കിടന്നും വിളർത്ത് ഒരു അമ്പിളിക്കല പോലെ വിവാഹം പോലും കഴിക്കാത്ത എച്ചുമോപ്പോൾ മരിച്ചുപോയി. അമ്മയും ഇതുപോലെ മക്കൾക്ക് വേണ്ടി പട്ടിണി കിടന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. ആ ഉത്തരവാദിത്തമാണ് ജീവിതത്തിൽ കുടുംബത്തോട് ചേർന്ന് നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. എൻ്റെ 2 സഹോദരിമാരുടെ വിവാഹം കഴിപ്പിച്ചയച്ചത് ഞാനാണ്. കഥാപ്രസംഗം ചെയ്ത് കിട്ടിയ പണം കൊണ്ടായിരുന്നു. ഓലപ്പുരയായിരുന്നു അത്. ഓടുമെഞ്ഞതും കഥാപ്രസംഗം ചെയ്തിട്ടാണ്. എൻ്റെ ജീവിതത്തിനൊരു വഴിത്തിരിവുണ്ടാക്കിയത് കഥാപ്രസംഗമാണ്. ഏതാണ്ട് 15-ലേറെ വർഷം 1000-ഓളം വേദികളിൽ 16 കഥകൾ പറഞ്ഞു. കഥാപ്രസംഗം അക്കാലത്ത് പട്ടിണിക്കാരുടെ ഒരു പ്രസ്ഥാനമായിരുന്നു. കുറ്റിപ്പുറത്തെ ക്ലബ്ബിൽ എല്ലാ കലാകാരന്മാരും ഒത്തുകൂടും. ചിലപ്പോൾ കഥാപ്രസംഗത്തിന് പോകുമ്പോൾ ഒരു വണ്ടി നിറയെ ആളുകളുണ്ടാവും. ആ വണ്ടി നിറയെ ആളുകളും കൊണ്ടുപോകും. കിട്ടുന്നത് പങ്കുവയ്ക്കും. എവറസ്റ്റ് ഹോട്ടലിലെ 4 പൊറാട്ടയും 4 കട്ടൻ ചായയും 16 പേര് പങ്കിട്ട് കഴിച്ച ഒരു കാലവും ഉണ്ടായിരുന്നു. ആ കാലത്ത് വേദനയുടെയും വിഷാദത്തിൻ്റെയും കഥകൾ പലതുമുണ്ട്. പക്ഷേ പങ്കുവെച്ചാണ് ജീവിച്ചത്. ഒരു തമാശയാണ്. അമ്മ ഒരിക്കൽ അമ്മയുടെ ഒരു കൂട്ടുകാരിയുടെ അടുത്ത് നിന്ന് 5 രൂപ കടം വാങ്ങിക്കാൻ എന്നെ പറഞ്ഞയച്ചു. അവർ ടീച്ചറായിരുന്നു. ചോദിച്ചാൽ തരാതിരിക്കില്ല. അങ്ങനെയാണ് പറഞ്ഞയച്ചത്. ഞാൻ ചെന്നപ്പോൾ ടീച്ചർ, അയ്യോ എൻ്റെ അമ്മൂൻ്റെ മോനല്ലേ ഇത്, എടാ നീ മിടുക്കനാണെന്ന് കേട്ടല്ലോ, കഥാപ്രസംഗം പറയുന്നൊക്കെ കേൾക്കാണ്ടല്ലോ, സ്കൂളിൽ നിന്ന് സമ്മാനം കിട്ടിയെന്ന് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചായയും പലഹാരമൊക്കെ തന്ന് സൽക്കരിച്ചു. അപ്പോൾ എനിക്ക് 5 രൂപ കടം ചോദിക്കാൻ ലജ്ജയായി. ഞാൻ കടം ചോദിക്കാതെ മടങ്ങിപ്പോന്നു. അന്നാണ് അമ്മ എന്നെ ആദ്യമായിട്ട് ചീത്ത പറഞ്ഞത്.
അവനവൻ്റെ കാര്യം ചോദിച്ചു വാങ്ങാൻ അറിയാത്ത നീ എങ്ങനെയാടാ ജീവിക്കാൻ പോണത്? സത്യത്തിൽ ഭിക്ഷ ചോദിക്കാൻ അറിയാത്തത് കൊണ്ട് ധർമ്മം കിട്ടാത്ത, കടം ചോദിക്കാൻ അറിയാത്തത് കൊണ്ട് കടം കിട്ടാത്ത ഒരാളായിട്ട് തന്നെയാണ് ജീവിച്ചത്. പക്ഷേ സ്നേഹിച്ചവർ ധാരാളമുണ്ട്. വിചാരിക്കാത്ത ഭാഗത്തുനിന്ന് സഹായമുണ്ടായി. ഞാനെന്ന് പറഞ്ഞല്ലോ, കഥാപ്രസംഗം ചെയ്താണ് പഠിച്ചത്. ആദ്യം കഥാപ്രസംഗം അവതരിപ്പിച്ചപ്പോൾ കിട്ടിയ പൈസ തികഞ്ഞില്ല. പോരാത്ത പൈസയ്ക്ക് തറവാട്ടിൽ അമ്മാവനെ ചെന്ന് കണ്ടപ്പോൾ, അമ്മയുടെ വല്യമ്മയുടെ മകനാണ്, അമ്മാവ പറഞ്ഞു, ഇവിടെ ആർക്കും വെറുതെ തരാനൊന്നും പൈസ ഇല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. ഞാൻ ഗോപിയാരെ ഒന്ന് കാണാം, എന്തെങ്കിലും സഹായിക്കും. അങ്ങനെ അമ്മാവൻ പറഞ്ഞു, ഗോപിയാരെന്ന് പറയുന്ന നാട്ടുപ്രമാണിയെ പോയി കണ്ടു. അദ്ദേഹം എനിക്കൊരു എഴുത്തെഴുതി തന്നു. അദ്ദേഹത്തിൻ്റെ മരുമകൻ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയുള്ള മണിയേട്ടൻ ആ കത്ത് കിട്ടിയതും എൻ്റെ കൈ പിടിച്ച് സേതുവേട്ടൻ എന്ന മറ്റൊരു സുഹൃത്തുമായി ചങ്ങനംകുളത്ത് അങ്ങാടിയിൽ ഓരോ കടയിലും കയറി, ഈ കുട്ടിക്ക് പഠിക്കാൻ സൗകര്യമില്ല, സഹായിക്കണം എന്ന് പറഞ്ഞ് ആ കടകളിൽ നിന്ന് കിട്ടിയ ചെറിയ സംഭാവനകൾ കൂടി ചേർത്താണ് കോളേജിൽ ചേർന്നത്. അന്ന് അവിടെ വളം ഡിപ്പോ നടത്തിയിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ 5 ഉറുപ്പിക തന്നത് ഓർമ്മയുണ്ട്. എന്നോട് പറഞ്ഞു, ഈ കാര്യങ്ങൾ ഓർമ്മ വേണം, ജീവിതത്തിൽ എപ്പോഴും ഇത് ഓർക്കണം. അത് ഓർക്കാറുണ്ട്. പലരും സഹായിച്ചാണ് ജീവിച്ചത്. വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് സഹായം കിട്ടി. പിൽക്കാലത്ത് ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി വരുമ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കഷ്ടപ്പാടുകളാണ് വഴി ഉണ്ടാക്കി തരുന്നത്. ഓരോ കഷ്ടപ്പാടിൽ നിന്നും ഓരോ വഴി ഉണ്ടായി. ഞാൻ കഥാപ്രസംഗം നടത്തുന്ന കാലത്ത് കോലളമ്പ് പ്രദേശങ്ങളിലൊക്കെ കഥ പറയാൻ പോകുമ്പോൾ ഒരു പെൺകുട്ടി സ്ഥിരമായി കഥ കേൾക്കാൻ വരാറുണ്ടായിരുന്നു. അവളുടെ അമ്മാവനും ആ കാലത്ത് കഥ പറഞ്ഞിരുന്നു. അമ്മാവൻ്റെ ജ്യേഷ്ഠൻ, മറ്റൊരമ്മാവൻ നല്ല ഗായകനായിരുന്നു. ഈ അമ്മാമന്മാരുടെ കൂടെയാണ് കഥ കേൾക്കാൻ വരിക. കഥ കഴിഞ്ഞാൽ കാത്തു നിന്ന് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അവളുടെ അമ്മ സംഗീത വിദുഷിയായ, നൃത്ത വിദുഷിയായ ഒരധ്യാപികയായിരുന്നു. അച്ഛൻ കലാസമിതി പ്രസ്ഥാന കാലത്ത് നാടകങ്ങളൊക്കെ എഴുതിയിരുന്ന, നീർക്കുമിളകൾ പോലുള്ള നാടകങ്ങളൊക്കെ എഴുതിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം പിന്നീട് മദിരാശിയിൽ പോയി മദിരാശി മലയാളി സമാജത്തിൻ്റെ സെക്രട്ടറിയായി, CTMയുടെ ഫെയ്മയുടെയൊക്കെ സ്ഥാപക നേതാവായി ഒക്കെ മാറി. ഒരു സഹോദരൻ, ഗാനഭൂഷണത്തിന് പഠിച്ചിരുന്ന സഹോദരൻ എൻ്റെ കൂടെ കുറച്ചു കാലം കഥാപ്രസംഗ ട്രൂപ്പിൽ പാടാൻ വന്നിരുന്നു. ജ്യേഷ്ഠൻ എൻ്റെ ജൂനിയർ ക്ലാസ്സിൽ കോളേജിൽ പഠിച്ചിരുന്നു. അങ്ങനെയാണ് ആ കഥ കേൾക്കാൻ വന്ന പെൺകുട്ടിയെ ഞാൻ വിവാഹം ആലോചിക്കുന്നത്. അതൊരു പ്രണയവിവാഹമൊന്നും ആയിരുന്നില്ല, ഒരറിഞ്ഞ വിവാഹം. എന്നെ മനസ്സിലാക്കിയ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഹൃദയസഖിയായിട്ടാണ് ബീനയെ സ്വീകരിച്ചത്. ഇപ്പോൾ 37 വർഷം പിന്നിട്ടു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി അമ്മ കഴിഞ്ഞാൽ ബീനയാണ്. അമ്മ ഇപ്പോൾ ഇല്ല. അമ്മയെ ഓർക്കും ഞാൻ. കഷ്ടപ്പാടുകളിൽ അതിജീവിക്കാനുള്ള ഓർമ്മ അമ്മ തന്നതാണ്. ബീനയുടെ അച്ഛൻ AC നായർ എന്നാണ് അറിയപ്പെട്ടത്. അദ്ദേഹം ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനായതിൻ്റെ പേരിൽ പഞ്ചായത്ത് സെക്രട്ടറി, അന്നത്തെ കാലത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ജോലി നഷ്ടപ്പെട്ട് മദിരാശിയിൽ പോയതാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്തും വിമർശകനും ആസ്വാദകനും എൻ്റെ ഭാര്യാപിതാവായിരുന്നു. അദ്ദേഹം മദിരാശിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് നാട്ടിൽ വന്ന കാലത്ത് എൻ്റെ കൂടെ എല്ലാ പരിപാടികൾക്കും വരുമായിരുന്നു. നിശിതമായിട്ട് വിമർശിക്കും, അസ്സലായിട്ട് ആസ്വദിക്കും. അദ്ദേഹം 3 പുസ്തകങ്ങൾ എഴുതിയിരുന്നു. AC എരമംഗലം എന്ന പേരിൽ അറിയപ്പെട്ട എഴുത്തുകാരനുമായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം ഒന്നും എഴുതിയില്ല. അദ്ദേഹവും ഇപ്പോൾ ഇല്ല. എൻ്റെ അമ്മയില്ല, അച്ഛനില്ല. അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിക്കാൻ അറിയാത്ത ഒരു സാധു മനുഷ്യനായിരുന്നു. അദ്ദേഹം ധാരാളം പറ്റിക്കപ്പെട്ടു. എങ്കിലും ഓണക്കാലങ്ങളിൽ അച്ഛനെ കാത്തിരുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉത്രാട പാതിരയ്ക്ക് പാണനാരും പിരിഞ്ഞു പോയതിന് ശേഷമാണ് ചിലപ്പോൾ ചൂട്ട് കത്തിച്ച് അച്ഛൻ വരും. ഓണക്കോടി ഉണ്ടാവില്ല, ഓണത്തിന് വേണ്ടതൊന്നും വീട്ടിലുണ്ടാവില്ല. പക്ഷേ അച്ഛൻ എല്ലാം കൊണ്ടാണ് വരിക. ചങ്ങരംകുളത്ത് കുറവർ നടത്തിയിരുന്ന ഒരു അങ്ങാടിയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന കുപ്പായങ്ങളാണ് വാങ്ങിക്കൊണ്ട് തരിക.
ആ ഓണക്കോടി വാങ്ങിയ നിമിഷങ്ങളിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പാതിരാ പാണനാരും പിരിഞ്ഞുപോയി കഷ്ടപ്പെട്ട് ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് വന്നിരുന്ന ആ അച്ഛനും ഇതുപോലെ ജീവിതത്തിലെ ഓരോ ദുഃഖ സന്ദർഭങ്ങളിലും തിരിഞ്ഞു നോക്കാനുള്ളൊരു അത്താണിയാണ്. ഞാൻ അച്ഛൻ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. അതിലൊരു വരിയുണ്ട് ഇങ്ങനെ: അച്ഛൻ ഓണത്തലേന്ന് നിലാവത്ത് കൊച്ചു പൂക്കളം തീർത്തു ഞാൻ കാക്കവേ, ഓണമാദേവർ വന്നെത്തി പാതിരാ പാണനാരും പിരിഞ്ഞു പോയിട്ടാണ് ചൂട്ടുകറ്റ മിന്നിച്ചു വന്നെത്തുന്നു, ചീട്ടി തൻ പുതുകുപ്പായമേകുന്നു. അച്ഛനപ്പോൾ ചിരിച്ച കണ്ണീരിൽ അന്നെത്രയുത്രാടപ്പാച്ചിലിൻ നോവുകൾ. ഇങ്ങനെ വേദനകളിൽ നിന്ന് തന്നെയാണ് യഥാർത്ഥ വേദാന്തം ഉണ്ടായത്. ഒരിക്കൽ എം ടിയോട് സാന്ദർഭികമായി ഞാനിതിങ്ങനെ പറഞ്ഞു. കർക്കിടകം എന്ന കഥ വായിച്ചപ്പോൾ ഞാൻ എൻ്റെ പട്ടിണിക്കാലങ്ങൾ ഓർത്തു വാസുവേട്ടാ. അപ്പോൾ എന്നെ നേരെ കുറേ നേരം നോക്കിയിരുന്നിട്ട് പറഞ്ഞു, കർക്കിടകം ഉണ്ടായതാണ്. അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വിരുന്ന് വന്ന ശങ്കുണ്ണിയേട്ടനെ ഊട്ടാൻ വേണ്ടി എന്നെ പട്ടിണി കിടത്തിയത് ഉണ്ടായ കഥയാണ്. അന്ന് കായ്കറി ഉണ്ടാക്കിയിരുന്ന പുഴയുടെ വക്കത്ത് പോയി ഒരു കുമ്മട്ടിക്കായ അറുത്തെടുത്ത് ഉള്ളത് പങ്കുവെച്ച് ജീവിച്ച കാലം തന്നെയാണ് എഴുതിയത്. അത് ഒരാളുടെ അനുഭവമല്ല, ആ കാലത്തെ പലരുടെയും അനുഭവമാണ്. എം ടി അങ്ങനെ ചിലപ്പോഴൊക്കെ ഹൃദയത്തിൻ്റെ അടുത്ത് വന്ന് പലതും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ എന്നോട് ചോദിച്ചു, ലീലാകൃഷ്ണൻ്റെ വീട്ടിനടുത്തുണ്ടായിരുന്ന ആ കുടക്കല്ല് ഇപ്പോഴും അവിടെ ഉണ്ടോ? അപ്പോഴാണൊരു അത്ഭുതം പോലെ ഞാൻ വിചാരിച്ചത്, ഞാൻ വാസുവേട്ടൻ്റെ കാണാക്കാഴ്ചയായ കൂടല്ലൂരിലേക്ക് നോക്കി നിന്നത് ആ കുടക്കല്ലിൻ്റെ അടുത്താണ്. ആ കുടക്കല്ല് എങ്ങനെയാണ് വാസുവേട്ടൻ അറിയുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് അച്ഛൻ്റെ വീട്ടിലേക്കൊരു യാത്രയുണ്ട്, ഏട്ടന്മാരും ഞാനും കൂടി നടന്നാണ് പോവുക. നിങ്ങളുടെ നാട്ടിൽ കൂടിയാണ് പോയിരുന്നത്, ചങ്ങരംകുളം വഴി. അതൊരു പ്രലോഭനമാണ്. അച്ചമ്മ 5 രൂപ നോട്ട് സമ്മാനമായി തരും. ആ സമ്മാനം പ്രതീക്ഷിച്ചാണ് ഇത്രയേറെ നാഴിക നടന്നു പോയിരുന്നത്. സത്യത്തിൽ കഷ്ടപ്പാടുകളുടെ കഥകളിൽ നിന്നാണ് എം ടിയും നമ്മളെ കണ്ണുനീരണിയിച്ചത്. എം ടിയോട് എനിക്ക് തോന്നിയിരുന്ന ഹൃദയബന്ധം എൻ്റെ കഥകളാണല്ലോ എം ടി എഴുതുന്നത് എന്നതാണ്. ഞാൻ കഥകൾ എഴുതിയിരുന്നു, പക്ഷേ വാസുവേട്ടൻ ഞങ്ങളുടെയൊക്കെ കഥ മുമ്പേ എഴുതി കഴിഞ്ഞു എന്ന് തോന്നിയിട്ടാണ് പിന്നീട് കഥ എഴുത്ത് നിർത്തിയത്. ജീവിതത്തിൽ ഓർക്കാൻ ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങളുണ്ട്, എത്രയോ കഥകളുണ്ട്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 3.5 പതിറ്റാണ്ടിലേറെ കാലം വാസുവേട്ടനുമായി നിരന്തരം ഇടപഴകിയത് മറക്കാനാവാത്തൊരു ജീവിത പാഠമാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിതത്തെ സമീപിക്കേണ്ടത് എന്നതിനൊരു പാഠപുസ്തകമായിരുന്നു എം ടി. അദ്ദേഹം ഭംഗിവാക്കൊന്നും പറയില്ല, നമ്മളെ നല്ല വാക്ക് പറഞ്ഞ് സന്തോഷിപ്പിക്കില്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി, എം ടി ദേശം വിശ്വാസം പുരാവൃത്തങ്ങൾ. എം ടിയുടെ കഥാപാത്രങ്ങൾക്ക് കാരണമായ കഥാപാത്രങ്ങളെ അന്വേഷിച്ചു പോയതാണ്. വേലായുധേട്ടൻ എന്ന ഭ്രാന്തൻ എം ടിയുടെ ബന്ധുവായിരുന്നു, വടക്കേ വീട്ടിലുണ്ടായിരുന്ന ആളാണ്. മാളെടുത്തി ഇത്തിരി ചോറ് തരൂ എന്ന് പറഞ്ഞ് വടക്കേ വീട്ടിൽ നിന്ന് ചങ്ങല പൊട്ടിച്ച് കയറി വന്ന വേലായുധേട്ടൻ്റെ അനുഭവം ഉണ്ടായ അനുഭവമാണ്. കുട്ടിയടത്തി എം ടിയുടെ തന്നെ കുടുംബത്തിലൊരു സഹോദരിയായിരുന്നു. അവർ ആത്മഹത്യ ചെയ്യുന്ന കാലത്ത് എം ടി ഇല്ല, പക്ഷേ അവരുടെ ആത്മഹത്യ സ്വാനുഭവത്തിലാക്കിയിട്ടാണ് എം ടി എഴുതിയത്. പകിടകളിക്കാരൻ കോന്തുണ്ണി നായർ എം ടിയുടെ ബന്ധുക്കാരനായിരുന്നു, ഒരു അമ്മാവൻ തന്നെയായിരുന്നു. മതം മാറിയ ഗോപിയേട്ടൻ, ഗോവിന്ദൻകുട്ടി എന്ന അസുരവിത്തിലെ കഥാപാത്രവും ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ എം ടിയുടെ കഥാപാത്രങ്ങളെ അന്വേഷിച്ച് ഞാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ആ പുസ്തകം പൂർത്തിയാക്കി വാസുവേട്ടന് കൊടുത്തു. എന്നോടൊരക്ഷരം അതിനെപ്പറ്റി പറഞ്ഞില്ല, നന്നായി എന്ന് പറഞ്ഞില്ല, മോശമായി എന്നും പറഞ്ഞില്ല. എനിക്ക് വലിയ പ്രയാസമായി, ഞാൻ ചോദിക്കാനും വയ്യല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ്, എന്തെങ്കിലും വസ്തുതാപരമായ പിശകുണ്ടോ? പക്ഷേ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഉണ്ണിമാമ എന്നാണ് അവർ വിളിക്കുക. ഉണ്ണിമാമ ആ പുസ്തകം നന്നായി ആസ്വദിച്ച് വായിച്ചിരിക്കുന്നു കേട്ടോ. എന്നോട് പറഞ്ഞു, ലീലാകൃഷ്ണൻ്റെ പുസ്തകം കണ്ടോ നീ?
അതിൽ നമ്മുടെ മാളുകെടുത്തി അച്ചുവേട്ടനൊക്കെ ഉണ്ടടാ, എൻ്റെ ഇന്ത്യയൊക്കെ ചിത്രം ഉണ്ടടാ എന്നൊരു കുട്ടി പറയുന്നത് പോലെ പറഞ്ഞു. അപ്പോഴാണൊരു സമാധാനമായത്. അതിനേക്കാൾ വലിയൊരു തമാശ, പിന്നീട് കെ പി കുമാരൻ എം ടിയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ദേശീയ ആർക്കൈവ്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ വാസുവേട്ടനെ ചെന്ന് ചോദിച്ചു സംസാരിച്ചു. ഏതേതൊക്കെ പുസ്തകങ്ങളാണ് റെഫർ ചെയ്യേണ്ടത്, എം ടിയെക്കുറിച്ചാകുമ്പോൾ ഒരുപാട് വായിക്കേണ്ടി വരുമല്ലോ, ഒരു ഹോംവർക്ക് ചെയ്യണ്ടേ. കുമാരേട്ടനോട് എം ടി പറഞ്ഞു അത്രേ, ലീലാകൃഷ്ണൻ എഴുതിയൊരു പുസ്തകമുണ്ട്, കുമാരൻ അത് മാത്രം നോക്കിയാൽ മതി. കുമാരേട്ടൻ വിളിച്ച അത്ഭുതത്തോടു കൂടി പറഞ്ഞു, എം ടി ആകെ റെഫർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഒരു പുസ്തകമാണ്, എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ പുരസ്കാരമാണത്. ഇങ്ങനെ വാസുവേട്ടൻ ചിലപ്പോൾ ഹൃദയത്തിൻ്റെ ഏറ്റവും അടുത്ത്, ചിലപ്പോൾ പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് കണ്ട കൂടല്ലൂർ പോലെ മനസ്സിലാക്കാനാവാത്ത വിധത്തിൽ ദൂരത്ത് ആയി ഒരു അത്ഭുതം പോലെ കൂടെ ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കാണാൻ പോയത്. അതിലിടയ്ക്ക് എനിക്കൊരു ഓപ്പറേഷൻ നടന്നിരുന്നു, ഗോൾ ബ്ലാഡർ റിമൂവലിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതൊന്നും വാസുവേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ധാരണ. പോയി കണ്ടു. പതിവ് പോലെ കാൽ തൊട്ട് വന്ദിച്ച് പോരാൻ നേരത്ത് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ലീലാകൃഷ്ണൻ്റെ സൂക്കടൊക്കെ മാറിയോ? അപ്പോഴാണ് അത്ഭുതത്തോടു കൂടി ഞാൻ അറിഞ്ഞത്, ആ സമയത്തും അദ്ദേഹം അത് അന്വേഷിച്ചിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നു എന്നെന്നോട് പറഞ്ഞു. ഈ വിധത്തിലൊരു ആത്മീയ ഗുരുവായിട്ടാണ് എം ടി പലപ്പോഴും എൻ്റെ ജീവിതത്തെ ബാധിച്ചത്. എം ടിയുടെ ഒരു സ്വാധീനമുള്ള എൻ്റെ ഒരു തിരക്കഥാരചനയാണ് ഏകാന്തം. തിലകനും മുരളിയും അഭിനയിച്ച, തിലകന് ഏറ്റവും നല്ല നടനുള്ള ദേശീയ സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയ, 2 ദേശീയ അവാർഡുകൾ കിട്ടിയ, ഒരു അന്താരാഷ്ട്ര പുരസ്കാരം കിട്ടിയ, ഏറ്റവും നല്ല തിരക്കഥയ്ക്കുള്ള ആൾ കേരള ഫിലിം ഓഡിയൻസ് കൗൺസിൽ അവാർഡ് കിട്ടിയ ഒരു നല്ല സിനിമയായിരുന്നു ഏകാന്തം. ഏകാന്തത്തിൻ്റെ സ്ക്രിപ്റ്റ് DC ബുക്സ് പുറത്തിറക്കി. ആ സ്ക്രിപ്റ്റും അതിൻ്റെ CD-യും ഞാൻ വാസുവേട്ടനെ കൊണ്ട് കൊടുത്തിരുന്നു. അതിനെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായം പറഞ്ഞില്ല. വളരെ കാലങ്ങൾക്ക് ശേഷം ഏതോ ഒരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, ഏകാന്തം എഴുതുമ്പോൾ വാസുവേട്ടൻ്റെ ഒരു സ്വാധീനം എനിക്കുണ്ടായിട്ടുണ്ട്. ഉടനെ അദ്ദേഹം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം, ഇല്ല, സഹോദരബന്ധത്തിൻ്റെ ഇങ്ങനൊരു കഥ ഞാൻ എഴുതിയിട്ടില്ല, അതൊരു വ്യത്യസ്തമായ മേഖലയാണ്. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്നുള്ളത് അത് അനുഭവിച്ച സമയത്തൊന്നും പറയില്ല. എൻ്റെ ഒരു പുസ്തകം ഇതുപോലെ വായിച്ച് 1.5 പേജുള്ള കത്തയച്ചു. അതും ആദ്യത്തെ പുസ്തകം, നിളയുടെ തീരങ്ങളിലൂടെ. ഹൈലി റീഡബിൾ എന്നാണ് അതിലാദ്യത്തെ വാചകം. അതൊരു നിധി പോലെ ഞാനിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. വരുവിൻ കാണുവിൻ എന്ന പുസ്തകം വായിച്ച് അന്നൊന്നും അഭിപ്രായം പറഞ്ഞില്ല. ഒരിക്കൽ ഏതോ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ, ലീലാകൃഷ്ണൻ എഴുതിയില്ലേ ആ കഥാപ്രസംഗം ചെയ്യുന്ന കെടാമംഗലത്തെക്കുറിച്ച്, അത് നന്നായി. ഇങ്ങനെ വല്ലപ്പോഴും പിശുക്കൻ്റെ പൊൻപണം വീണ് കിട്ടുന്നത് പോലെ കിട്ടിയിരുന്ന വാസുവേട്ടൻ്റെ വാക്കുകൾ എഴുത്തിൻ്റെ ലോകത്ത് തന്ന പ്രചോദനവും പ്രോത്സാഹനവും കരുത്തും ചെറുതല്ല. ഇപ്പോൾ ഓരോ ദിവസവും ഓർക്കും, അദ്ദേഹം ഇല്ലാത്ത കാലത്ത് അനാഥമായി തീർന്ന ഞങ്ങൾ കുറേ പേരുടെ മാനസിക വ്യഥകൾ ഒരുപക്ഷെ മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. എങ്ങനെയാണ് എം ടി തൻ്റെ കാലത്തെയും തനിക്ക് ശേഷം വന്ന കാലത്തെയും എഴുത്തുകാരെ സ്വാധീനിച്ചത് എന്നത്. ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയതൊക്കെ വാസുവേട്ടൻ്റെ സ്വാധീനത്തിലാണ്. സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചതല്ല. സംവിധായകൻ ജയരാജിൻ്റെ ആവശ്യപ്രകാരമാണ് ആദ്യത്തെ സിനിമ എഴുതിയത്, തിളക്കം. അത് ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായിരുന്നു. അത് എഴുതുന്നതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, ഒരു കോമഡിയുള്ള കഥ വേണമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് മുണ്ടൂര് എന്നൊരു സ്ഥലമുണ്ട് പാലക്കാട്. അതിനെപ്പറ്റി ആളുകൾ കളിയാക്കി പറയും, ബസ് റൂട്ട് വിളിച്ച് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആളെ കയറ്റുമ്പോൾ മുണ്ടൂര് ചിറ്റണ്ട പാഞ്ഞാളേ എന്ന് വിളിക്കുന്നു. അതായത് മുണ്ടൂരിൽ നിന്ന് ചിറ്റണ്ട വഴി പാഞ്ഞാളിലേക്ക്. മുണ്ടൂരും ചിറ്റണ്ടയും പാഞ്ഞാളും ഓരോ സ്ഥലങ്ങളാണ്. അത് ഒരു തമാശയായിട്ട് പറയുന്ന കാര്യമാണ്. മുണ്ടൂര് എന്നതാണ് മുണ്ടൂരിൻ്റെ വ്യംഗ്യാർത്ഥം എന്നൊരു ചിന്തയിൽ നിന്നാണ് മുണ്ടൂർ ആലോചിച്ചത്. കുറ്റിപ്പുറത്ത് ഹിളർ എന്നൊരാളുണ്ടായിരുന്നു, എനിക്കറിയുന്ന ആളാണ്. ധാരാളം കഞ്ചാവ് വലിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഒരിക്കൽ കഞ്ചാവ് വലിച്ച് എന്തോ വൃത്തികേട് കാണിച്ചതിന് നാട്ടുകാർ അവനെ പിടിച്ച് അവൻ്റെ ലുങ്കി അഴിച്ച് പിറകിൽ കെട്ടി മർദ്ദിച്ചു. അതിനുശേഷം ഇടയ്ക്ക് ഈ ലൂസ്
വരും. വന്നാൽ ലുങ്കി കണ്ടാൽ അഴിച്ചോടും. അതുണ്ടായിരുന്നൊരു കഥാപാത്രമാണ്. അങ്ങനെ ഒരിക്കൽ കോഴിക്കോട്ടേക്കോ കൊയിലാണ്ടിക്കോ വെറ്റിലയും കൊണ്ട് കുറ്റിപ്പുറത്തുനിന്ന് പോവുകയായിരുന്ന ഒരു കച്ചവടക്കാരൻ. അദ്ദേഹം ഏറ്റവും മുന്നിലെ ബോഗി കയറാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഹിളർ എന്ന് പറഞ്ഞവൻ ഓടിച്ചെന്ന് ഇദ്ദേഹത്തിൻ്റെ ലുങ്കി അഴിച്ചോടിയത്. നിർഭാഗ്യവശാൽ അദ്ദേഹം മുണ്ടിനടിയിൽ ഒന്നും ധരിച്ചിരുന്നില്ല എന്നും ഈ വെറ്റിലക്കൊട്ടയുമായി പിറന്നപടി ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കേണ്ടി വന്നു എന്നൊരു കഥയായിരുന്നു വാസ്തവത്തിൽ തിളക്കം എഴുതാൻ പ്രേരണ. അതിനു മുമ്പ് നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ തിരിച്ചു കിട്ടിയ ഒരു വാർത്തയിൽ നിന്ന് ആലോചിച്ച തിരക്കഥ ഈ വഴിയിലേക്ക് തിരിഞ്ഞു. ഇത് കേട്ടപ്പോൾ സിദ്ദിഖ് ലാല് പറഞ്ഞു, ഇങ്ങനൊരു കഥാപാത്രം എറണാകുളത്തുണ്ട്. അങ്ങനെയാണ് ഈ മുണ്ടൂർ കേന്ദ്രമാക്കിയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതാനിട വന്നത്. ഞാൻ കോമഡി എഴുത്തുകാരനല്ല. ദിലീപിൻ്റെ ഡേറ്റ് കിട്ടിയപ്പോൾ, സബ്ജക്റ്റ് ആൾക്ക് ഇഷ്ടപ്പെട്ടു, ഡേറ്റ് കിട്ടിയപ്പോൾ ദിലീപ് ചിത്രത്തിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന കോമഡി കിട്ടാൻ തിരക്കഥ ഒന്നുകൂടി മാറ്റി എഴുതണം എന്നൊരാവശ്യം വന്നു. എന്നോട് മാറ്റി എഴുതാനാണ് പറഞ്ഞത്. അവർ വേണ്ട കോമഡി സപ്ലൈ ചെയ്തോളാം എന്നും പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സമയത്ത് അങ്ങനെ എഴുതാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവരുടെ നിർദ്ദേശപ്രകാരം റാഫി മക്കാർട്ടിനെ ചേർത്ത് തിരക്കഥ ഒന്നുകൂടി പരിഷ്കരിച്ചത്. അതുകൊണ്ട് തിളക്കം എന്ന സിനിമയുടെ കഥയുടെ അവകാശം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. തിരക്കഥ റാഫിയുടെയും മക്കാർട്ടിൻ്റെയും ആയിരുന്നു. അങ്ങനെ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയുടെ രചയിതാവാനും ഭാഗ്യമുണ്ടായി. വാസ്തവത്തിൽ MT തന്നെയാണ് ഇതിനൊക്കെ പ്രേരണ. MTയുടെ തിരക്കഥകൾ വായിച്ചുണ്ടായ ആവേശത്തിലാണ് ഇതിനൊക്കെ പുറപ്പെട്ടത്. ജയരാജ് തിളക്കം എഴുതുമ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത് MTയുടേതുപോലെ ഒരു നാടൻ വള്ളുവനാടൻ കഥയായിക്കോട്ടെ, MTക്കില്ലാത്തൊരു ചിരി അതിൽ ചേർക്കണമെന്നാണ്. അങ്ങനെയാണ് ഈ ചിരി ചേർക്കാൻ ശ്രമിച്ചത്. ഏതായിരുന്നാലും ആ സിനിമ വലിയ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. പിന്നീട് ആ വഴിയിൽ സിനിമയ്ക്ക് ഞാൻ ശ്രമിച്ചില്ല. കാവ്യം എന്ന് മറ്റൊരു സിനിമ കൂടി എഴുതി. സുരേഷ് ഗോപി നായകനും നവ്യ നായർ നായികയും മനോജ് K. ജയൻ, കുഞ്ചൻ തുടങ്ങി ധാരാളം താരനിരയുമുള്ള സിനിമയായിരുന്നു. എല്ലാ ജോലിയും കഴിഞ്ഞ് RR കൂടി കഴിഞ്ഞ് അത് പെട്ടിയിലിരിക്കുകയാണ്. 12 വർഷമായി ആ സിനിമ പുറത്തിറങ്ങിയില്ല. പിന്നീട് ഹരിഹരൻ സാറിന് വേണ്ടി P. കുഞ്ഞിരാമൻ നായരെക്കുറിച്ചുള്ള എൻ്റെ പുസ്തകം ഒരു സിനിമയാക്കാനുള്ള ആലോചന ഉണ്ടായി. അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ 1 ലൈൻ പൂർത്തിയായി. അതും അവിചാരിതമായ കാരണത്താൽ മുന്നോട്ട് പോയില്ല. ജയരാജിന് വേണ്ടി തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ളൊരു കഥയ്ക്ക് വേണ്ടി ഒരു തിരക്കഥ പൂർണ്ണമായി തയ്യാറാക്കി അത് ഇംഗ്ലീഷിലും എടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതും മുന്നോട്ട് പോയില്ല. അതിനുശേഷം പിന്നെ ഞാൻ സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ മെനക്കെട്ടില്ല. സിനിമ നമ്മുടെ സ്വഭാവവും നമ്മുടെ ചിട്ടകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല എന്നൊരു അനുഭവം തോന്നി. പിന്നീട് കുറേ സിനിമകൾക്ക് പാട്ടെഴുതി. 15ഓളം സിനിമകൾക്ക് പാട്ടെഴുതി. പല പാട്ടുകളും ഹിറ്റായി. പക്ഷേ പാട്ടെഴുതിയത് ആരാണെന്ന് പാട്ട് കേട്ടവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. സലാല മൊബൈൽസിലെ റസൂലുള്ള എന്ന് പറയുന്ന ഖവാലി ഞാൻ എഴുതിയ പാട്ടാണ്. അതും യാദൃച്ഛികമായിട്ട് എത്തിപ്പെട്ടതാണ്. എൻ്റെ നാട്ടുകാരൻ ചട്ടിക്കൽ മാധവേട്ടൻ ഒറീസ എന്നൊരു സിനിമ എടുക്കാൻ M. പത്മകുമാർ സംവിധായകനായിട്ട് സിനിമ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ മാധവേട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ നടത്തിയിരുന്ന ഒരു നാടക സംഘമുണ്ട്, വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസ്. കഴിഞ്ഞൊരു 10-20 വർഷമായി ആ നാടക സംഘത്തിന് വേണ്ടി പാട്ടെഴുതുന്നത് ഞാനാണ്. അപ്പോൾ മാധവേട്ടൻ ഒരേ നിർബന്ധം, അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ഞാൻ പാട്ടെഴുതണം. അങ്ങനെയാണ് പത്മകുമാറിൻ്റെ ഒറീസ എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതാനിട വന്നത്. അതിലെ ജന്മാന്തരങ്ങളിൽ എന്ന പാട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല ഗായകനുള്ള അവാർഡ് നേടിയ പാട്ടാണ്. 3-4 പാട്ടുകളുണ്ട്. ജയേന്ദ്രനൊക്കെ പാടിയ പാട്ട് വളരെ ഹിറ്റാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ പാട്ടെഴുത്തുകാർക്ക് പ്രാധാന്യം കുറഞ്ഞൊരു കാലമാണ്. ഞാനാണെങ്കിൽ പാട്ടെഴുത്തുകാരൻ എന്ന നിലയ്ക്ക് നിരന്തരം എഴുതിക്കൊണ്ടിരുന്ന ആളുമല്ല. പിന്നീട് സലാല മൊബൈൽസ്, ലവ് FM, ഒരുത്തി തുടങ്ങി കുറച്ചേറെ സിനിമകൾക്ക് പാട്ടെഴുതി. ഒരുത്തിയിലെ ബോംബെ ജയശ്രീ പാടിയ കണ്ണുനീരാൽ അവിൽ കെട്ടി വന്നു ഞാനും വാസുദേവ എന്നുള്ള കൈകൊട്ടി കളിപ്പാട്ട് വളരെ പ്രശസ്തമായ പാട്ടാണ്. പക്ഷേ അത് എഴുതിയത് ഞാനാണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. സിനിമ എന്തുകൊണ്ടോ എൻ്റെ വ്യക്തിത്വമായിട്ട് ചേർന്ന് പോകുന്നതല്ല, അതിൻ്റെ രസതന്ത്രത്തോട് പൂർണ്ണമായിട്ട് ലയിക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ സ്വയം തോന്നിയത് കൊണ്ടാണ് പിന്നീട് സിനിമയുമായിട്ട് സഹകരിക്കാൻ മടി തോന്നിയത്. വാസുവേട്ടൻ MT ഉണ്ടാക്കിയ പ്രേരണ കൊണ്ടാണ് സ്ക്രിപ്റ്റ് എഴുതണമെന്ന തോന്നലുണ്ടായത്. പൊന്നാനിക്കാരൊക്കെ സ്ക്രിപ്റ്റ് എഴുത്തുകാരായി മാറിയ ആളുകളാണ്. ഉറൂബാണ് നീലക്കുയിൽ രാരിച്ചൻ എന്ന പൗരനൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയത്. C. രാധാകൃഷ്ണൻ അഗ്നി തൊട്ട് കുറേ സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്തു. അങ്ങനൊരു പാരമ്പര്യം പൊന്നാനിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സിനിമയും ഒന്ന് പയറ്റി നോക്കാമെന്ന് വിചാരിച്ചു എന്നല്ലാതെ
സിനിമയിൽ സ്ഥിരമായി കഴിഞ്ഞുകൂടാൻ പറ്റില്ല എന്ന അക്കാലത്ത് തന്നെ ബോധ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും മനസ്സിനിണങ്ങിയ ആരെങ്കിലും വന്നാൽ ഇനിയും സിനിമ ചെയ്യാം എന്ന് തോന്നുന്നുണ്ട്. ഉണ്ടാകുമോ എന്നും അറിഞ്ഞുകൂടാ. മുണ്ടഴിക്കുന്ന രംഗം പൊള്ളാച്ചിന്ന് അടുത്തത്. മുണ്ടഴിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് ഓടുന്ന ഒരു ഭാഗം വേണമല്ലോ, ബാക്കിയല്ലേ തുടർച്ച പറ്റുള്ളൂ, കണ്ടിന്യൂറ്റി. അപ്പോൾ കൂടെ ഓടാൻ കുറച്ച് ആളുകൾ വേണം. അപ്പോൾ ഞാൻ ഈ ഷൂട്ടിംഗ് കണ്ടപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷനിലൊരു കക്ഷി വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു സീനിൽ അഭിനയിക്കണം. അപ്പോൾ എന്താണെന്ന് ഞാൻ ചോദിച്ചു. അല്ല, ഈ വെളിച്ചപ്പാട്ടിൻ്റെ കൂടെ ഓടാൻ കുറച്ച് ആൾക്കാർ വേണം. അന്ന് മങ്കരയിൽ ഓടിയ ആൾ നിങ്ങളോട് രൂപസാദൃശ്യമുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ ഈ സിനിമയുടെ കഥാകൃത്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടുവതേ ഉള്ളൂ. ഞാൻ കൂടെ ചെന്നപ്പോൾ ജയരാജ് ചോദിച്ചു, അല്ല ഇദ്ദേഹത്തെയാണോ നിങ്ങൾ ഓടിക്കാൻ കൊണ്ടുപോകുന്നത്?